ഇന്ന് ഞാനൊരു റെസിപ്പി, നാടൻ റെസിപ്പിയാണ് ഉണ്ടാക്കാൻ. ഇന്ന് കുറച്ച് കക്ക ഇറച്ചി, ഇത് കക്കയുണ്ട, അത് കല്ലുമ്മക്കായി, നമ്മൾ ഇവിടെ പറയാൻ കല്ലുമ്മക്കായി, പിന്നെ അങ്ങോട്ടെല്ലാം മറ്റേ ഇവരെ തെക്കര് പറയാൻ കക്ക ഇറച്ചി. അപ്പോൾ കല്ലുമ്മക്കായി കുറച്ച് കിട്ടിയിരുന്നു. ഞാനെന്ത് ചെയ്തിരുന്ന അതിനെ പച്ച ഇറന്നിട്ട്, എൻ്റെ മൂത്ത മോന് ഭയങ്കര ഇഷ്ടം പച്ചറിന്ന് പൊരിച്ച്. അപ്പം ഞാൻ വിചാരിച്ചു ഇന്നെന്നാൽ പിന്നെ അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കട്ടെ. അപ്പോൾ അത് പിന്നെ തോട് കളഞ്ഞ് വൃത്തിയാക്കിയിട്ട് ഉള്ള സാധനം ഇതായത് കല്ലുമ്മക്കായി പച്ചറിന്, പിന്നെ കാശ്മീരി ചില്ലി പൗഡർ, പിന്നെ മുളക്, മഞ്ഞൾപ്പൊടി, ഉപ്പുപൊടി, ഇത്രയേ വേണ്ടൂ. ഇത് മൂന്നും കൂടിയിട്ട് ഇത് കുറച്ച് മിക്സ് ചെയ്യാൻ. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച്, പിന്നെ ഉപ്പ്, എന്നിട്ട് നല്ലോണം ഒന്നിങ്ങനെ മിക്സ് ചെയ്യാൻ. മിക്സ് ചെയ്തിട്ട് ഞാൻ എന്ത് ചെയ്യുന്ന, പിന്നെ കുറച്ച് സമയം ഒന്ന് ഫ്രിഡ്ജിൽ വെക്കും. ഇങ്ങനൊരു എരി കുറവ് തോന്നുന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി മുളക് പൊടി ചേർക്കാം. പിന്നെ എല്ലാം നമുക്ക് എരി കുറച്ച് കുറവാണ്, അതുകൊണ്ട് പിന്നെ ഞാൻ എത്ര ചേർക്കുന്നത്, നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചും കൂടി മുളക് പൊടി ചേർക്കാം. ഓക്കെ, ഇതിനെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് ഞാൻ മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിൽ വെക്കും. ഓക്കെ, ഇനി ഫ്രൈ ചെയ്തിട്ട് പിന്നെ ഇപ്പോൾ നെക്സ്റ്റ് സ്റ്റെപ്പ് ഫ്രൈ ചെയ്യുന്ന സമയത്ത് ഒന്നും കൂടി ഞാൻ കാണിക്കാം എങ്ങനെയാണ് ഫ്രൈ ചെയ്യുന്നത്. ഓക്കെ, ഞാനിങ്ങനെ മൂടിയിട്ട് ഇനി ഫ്രിഡ്ജിലേക്ക് വെക്കാം. ഇനി ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് കാണിക്കാം. ഓക്കെ, ഒരു അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഫ്രിഡ്ജിൽ നിന്ന് നമ്മളെ കല്ലുമ്മക്കായ ഇത് ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ, മുളകും മഞ്ഞളെല്ലാം പിന്നെ മിക്സ് ചെയ്ത് വെച്ചത്, ഉപ്പെല്ലാം മിക്സ് ചെയ്ത് വെച്ചത് നമ്മൾ എടുത്ത് പുറത്ത് വെച്ച്. എൻ്റെ അടുത്തൊരു കാസ്റ്റ് അയണിൻ്റെ, മറ്റേ ഹോക്കിൻസിൻ്റെ കാസ്റ്റ് അയണിൻ്റെ കടായി ഉണ്ട്, അതാണ് ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുള്ളത്. എന്നിട്ട് എന്ത് ചെയ്യണം, കുറച്ച് വെളിച്ചെണ്ണ, വേറെ ഓയിലൊന്നുമല്ല, വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. ഓക്കെ, വെള്ളം വറ്റിയിട്ടുണ്ട്, ഞാൻ ഒന്ന് വെളിച്ചെണ്ണ ഒഴിക്കട്ടെ. ഓക്കെ, ഇത് നമ്മൾ പെരക്കി വെച്ച ഈ സാധനമില്ലേ കല്ലുമ്മക്കായി, നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുക്കുക. ഇതിനകത്തുനിന്ന് കുറച്ച് വെള്ളം ഇങ്ങനെ വരും. ഇപ്പം എന്ത് ചെയ്യണം, നമ്മൾ ഫ്ലെയിം ഒന്നൊന്ന് കുറച്ച് കൊടുത്തേക്കുക. സ്ലോയിലായിക്കോട്ടെ, സ്ലോ കുക്കിംഗ് തന്നെയാണ് എന്തായാലും ടേസ്റ്റ് ഉണ്ടാവുക. ടേസ്റ്റും ഫുഡിന് നല്ലതും സ്ലോ കുക്കിംഗ് ആണെന്നല്ലേ പറയുന്നത്. അവിടെ ലിഡ് വെച്ചിട്ട് അങ്ങ് മൂടി വെച്ച് ഞാൻ തീയും കുറച്ച് ഫ്ലെയിം കുറച്ചാണ്. ഓക്കെ, ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണേ. മൂടി എടുത്തിട്ട് നമുക്ക് നോക്കാം എങ്ങനെയുണ്ട്. കണ്ട വെള്ളം പൊട്ടുന്നുണ്ട്, ഞങ്ങൾ കണ്ട വെള്ളം പൊട്ടുന്നുണ്ട, വെള്ളം വരുന്നത് പച്ചയല്ലേ, അപ്പം ഒന്നും വേവണമല്ലോ എന്തായാലും. വന്നോട്ടെ, വറ്റി വരുമ്പോൾ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക. നല്ലോണം ഇളക്കിയിട്ട് എടുക്കുക.
ഓക്കെ, ഞാൻ ലിഡ് മാറ്റിയതാണേ. ഒന്ന് ഇളക്കി കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ സമയത്ത് ഒരു പിന്നെ ടൊമാറ്റോ, പിന്നെ ഒരു ഉള്ളിയും കുറച്ച് ഇതില്ലേ വെളുത്തുള്ളി, ഗാർലിക്, ഇഞ്ചി പേസ്റ്റും ആഡ് ചെയ്ത് ചെയ്യാം. പക്ഷേ അതിന് നമുക്കെല്ലാം ഇഷ്ടം ഇത് വെറുതെ ജസ്റ്റ് ഒന്ന് ഫ്രൈ ആക്കിയിട്ട് കഴിക്കാനാണ്. അപ്പോൾ ഇനി എന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇതാ കറിവേപ്പില കുറച്ച് ഇട്ട് കൊടുക്കാം. ഇത് ഞാനിന്നിപ്പോൾ നമുക്ക് അരിദോശയാണ്, രാത്രി നോമ്പല്ലേ. സാധാരണ ഇത് ഉച്ചക്ക് ആണെങ്കിൽ, ഉച്ചക്ക് ചോറിനെല്ലാം ഫ്രൈ ചെയ്യുകയാണെങ്കിൽ ഒരു ലേശം പരിപ്പ് കറിയും പിന്നെ ഒരു സൈഡിൽ ലേശം അച്ചാറും 2 പപ്പടവും ഇതും ഉണ്ടെങ്കിൽ അടിപൊളി, ഭയങ്കര സദ്യ കഴിച്ച പോലത്തെ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടും നമുക്ക്. അത്ര ടേസ്റ്റിയായി, യമ്മി, വെരി ടേസ്റ്റി. ഓക്കെ, നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, എന്നാൽ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ.